പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. വേഗം വരുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. Are you ready for the seventh trumpet? I am coming soon. അനീതി നിറഞ്ഞ ലോകത്തെ നീതിമാനായ ദൈവം ന്യായം വിധിക്കുന്ന വിവരണങ്ങളുള്ള വെളിപ്പാട് പുസ്തക പഠനം. യേശുക്രിസ്തു വേഗം വരുന്നു. വരവിൻ്റെ ലോകലക്ഷണങ്ങൾ വളരെ കാണുന്നു. വേഗം വരുന്ന ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കും ഇടയായെങ്കിൽ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. വലിയ പൈശാചികന്റെ കാരണം ഈ അന്തിക്രിസ്തുവിന് അധികാരം കൊടുക്കുന്ന 13-ന്റെ 2-ാം വാക്യം നോക്കിയാട്ടെ. 13-ന്റെ 2-ാം വാക്യത്തിൽ ഒരു മൃഗം സംബന്ധിച്ചെന്ന് കയറുന്ന ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പത്തിന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ ഈ മഹാസർപ്പം ആരാ? മഹാസർപ്പം 12-9 നമ്മൾ കണ്ടു. 12-9 വായിച്ചു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം. ഈ മഹാസർപ്പം പിശാച് തന്റെ ശക്തി, സിംഹാസനം, വലിയ അധികാരം ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുക, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അങ്ങ് തരാമെന്ന് പറഞ്ഞു. ഈ സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാൻ വന്നു. കർത്താവ് അവിടെ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് നമുക്കറിയാം. അവൻ അങ്ങനെയല്ല രാജ്യം കരസ്ഥമാക്കിയത്. പിതാവ് അവന് കൊടുക്കുകയാണ്. നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ജാതികൾ നിന്റെ പാദപീഠമാകുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ നോക്കണം, സാത്താൻ ഒരുവനെ കിട്ടി, ഒരു നേതാവിനെ കിട്ടി. ആ നേതാവിന് തൻ്റെ ശക്തി, സിംഹാസനം, വലിയ അധികാരം. ഈ ലോകത്തിന്റെ പ്രഭുവാണ് അവൻ. അപ്പൊ ഈ ലോകത്തിന്റെ അധികാരം അവൻ കൊടുക്കുന്നു. അതാണ് സർവ്വലോകത്തിന്റെ അധിപനായി മാറുന്നത്. ഏകലോക നേതാവ്, അതാണ് ഏകലോകനം. അപ്പൊ സാത്താന്റെ ശക്തി കൊടുക്കുന്നു, സിംഹാസനം കൊടുക്കുന്നു, വലിയ അധികാരം കൊടുക്കുന്നു. അപ്പം ആഗോളമായ ഭരണത്തിലേക്ക് കയറുവാൻ സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നു. കള്ളപ്രവാചകനിലൂടെ, മതനേതാവായ കള്ളപ്രവാചകനിലൂടെ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഭൂവാസികളോട് അവനെ അനുസരിപ്പാനും അവന്റെ മുദ്രയേൽക്കുവാനും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ബൈബിളിലെ അന്ത്യ പുസ്തകമായ വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ പ്രവചിച്ചിരിക്കുന്ന ആ 2 മൃഗങ്ങൾ, ഒന്ന് രാഷ്ട്രീയ നേതാവും ഒന്ന് മതനേതാവും. ഈ 2 നേതാക്കന്മാര് അവരുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ഈ ലോകത്തിൻ്റെ വ്യാജമായ ശക്തി അല്ലെങ്കിൽ സാത്താന്യ ശക്തി, ആ ശക്തിയിൽ അധികാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് രംഗപ്രവേശം ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് വളരെ വേഗത്തിൽ ഈ ആധുനിക ലോകം അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കാലമേറെയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തിന് ആമേൻ പറയുവാൻ, ദൈവത്തിൻ്റെ സത്യത്തെ സ്വീകരിക്കുവാൻ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവം ഇടയാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവത്തിൻ്റെ സത്യം അവിശ്വസിച്ച് സാത്താൻ്റെ സത്യം സ്വീകരിച്ച സംഭവമാണ് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അതുകൊണ്ട് വന്നതായിരിക്കുന്ന വിപത്തുകൾ, അതുകൊണ്ട് വന്നതായിരിക്കുന്ന പ്രയാസങ്ങൾ, പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ, അതെല്ലാം മാറ്റുവാൻ ദൈവം തന്നെ മുൻകൈയെടുത്ത് ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്ത് മനുഷ്യവേഷം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് കർത്താവ് ക്രൂശിൽ മരിച്ച പാപപരിഹാരം വരുത്തി. നമുക്ക് ആ പാപമോചനം, ആ പാപപരിഹാരം, ആത്മരക്ഷ വേണമെങ്കിൽ സ്വീകരിക്കാനുള്ള വാതിലുകൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അത് തിരസ്കരിക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് ചെയ്യണം? തീരുമാനം താങ്കളുടേതാണ്, താങ്കളുടേത് മാത്രമാണ്.
ദൈവത്തിൻ്റെ സത്യത്തിലേക്കും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്കും നിങ്ങൾക്ക് സുസ്വാഗതം എന്ന് പറയുന്ന സമാധാന പ്രഭുവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് നമുക്ക് ഈ പഠനം മുഖാന്തരമാകുന്നു അല്ലേ? അതെ. ഇപ്പോൾ ഉള്ള അതിനകത്തൊരു സംശയമുള്ളത് 13:1 ഈ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന ഈ മൃഗം ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ആ ഒരു മൃഗത്തിന്, ആ നേതാവിന് 10 കൊമ്പുണ്ട്, 7 തലയുണ്ട്, കൊമ്പുകളിൽ 10 രാജമുടിയുണ്ട്, തലയിൽ ദൂഷണനാമങ്ങളുണ്ട്. അതൊക്കെ എന്താ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സിംബൽസിലൂടെ, അടയാളങ്ങളിലൂടെ ദൈവം പല സത്യങ്ങൾ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഇവിടെ കാണുന്ന 10 കൊമ്പ് എന്താ? 17-ാം അധ്യായത്തിന്റെ 12-13 വാക്യം വായിച്ചു. 17-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. വളരെ വ്യക്തമാണല്ലോ. അതെ, 10 രാജാക്കന്മാരെന്നോ 10 രാജ്യങ്ങളെന്നോ വരാം. വായിച്ചാട്ടെ 12-13. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. വളരെ വ്യക്തമായി 10 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരേ അഭിപ്രായത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ ഈ ഭരണകർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ വളരെ വ്യക്തമായി അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന്. അപ്പൊ അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല. നമ്മള് ഇനി ഇതിനെക്കുറിച്ച് അല്പം കൂടെ വെളിപ്പാട് ഞാൻ നേരത്തെ ഓർപ്പിച്ചു. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായവും 7-ാം അധ്യായവും ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ അവസാന ഭാഗത്തുള്ള ബന്ധത്തിലും അവിടെ വെളിപ്പാടുകൾ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് ഓടിച്ചു നോക്കാം. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം. ഈ ദാനിയേൽ പ്രവചനം ഈ നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിന് വളരെ വെളിച്ചം തരുന്ന ഭാഗമാണ്. ഈ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം വരുമ്പോൾ ഞാൻ ഓർപ്പിച്ചില്ലേ, 4 വിധമായ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബിംബം. അതെ, അതിന്റെ 32-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം നോക്കിയാട്ടെ. 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ നിന്ന് തന്നു, എല്ലാറ്റിനും തിരുമനസിലെ അധിപതിയാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 31 തൊട്ട് വായിക്കും. 31 മുതലുള്ള വാക്യങ്ങൾ. രാജാവ് കണ്ട ദർശനമോ? ഇതേത് രാജാവ്? നെബൂഖദ്നേസർ രാജാവ് അല്ലേ? നെബൂഖദ്നേസർ രാജാവ് കണ്ട ദർശനമോ? വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും, തലതങ്കം, നെഞ്ചും കൈയും വെള്ളി കൊണ്ടും, 2 വയറും അരയും താമ്രം കൊണ്ടും, 3 തുട ഇരുമ്പ് കൊണ്ടും, 4 കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും. 5. അപ്പൊ 4 ലോഹങ്ങൾ ഉപയോഗിച്ച് അവസാനത്തെ ഭാഗവും വെളിപ്പെടുത്തി. ഇനി അതിന്റെ 38-ാം വാക്യത്തിന്റെ അവസാനം പൊന്നുകൊണ്ടുള്ള തല, എല്ലാറ്റിനും തിരുമനസിൽ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് കൊണ്ട് തന്നെ. അതെന്ന് പറഞ്ഞാൽ ബാബിലോൺ സാമ്രാജ്യമാണ്. അടുത്തത് തിരുമനസിലെ ശേഷം തിരുമേനിയുടേനേക്കാൾ താണ മറ്റൊരു രാജ്യത്വവും സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതുമായ താമ്രം കൊണ്ടുള്ള. വളരെ വ്യക്തമായി 68 വർഷത്തെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭരണകൂടം ഏതാണ്ട് അവസാനിക്കുമ്പോൾ മേദ്യരുടെയും പാരസ്യരുടെയും ഭരണം കടന്നു വരികയാണ്. അതാണ് രാജാവിനേക്കാൾ താണ മറ്റൊരു രാജ്യത്വം അല്ലേ? ഇനി 3-ാമത്തെ നോക്കിയാൽ സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3-മതൊരു രാജ്യത്വം. 3-ാമത്തെ രാജ്യത്വം അതിലും ഇതായിട്ടുള്ള ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ. 4-ാമത്തെ നോക്കിയാട്ടെ. 4-ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും, ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. 4-ാമത് വന്ന സാമ്രാജ്യം ചരിത്രം വെളിപ്പെടുത്തുന്നു റോമൻ സാമ്രാജ്യമാണ്. അതെ, ഇരുമ്പിന്റെ ബലം അതിനുണ്ടായിരുന്നു. എത്രയോ സത്യമായിട്ടാണ് റോമൻ സാമ്രാജ്യം ഇരുമ്പിന്റെ ബലത്തോട്. അല്ല, ഈ ഭാഗങ്ങളൊക്കെ എത്രയോ അത്ഭുതമായിട്ട് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ നോക്കുക, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തെ മേദ്യരും പേർഷ്യരും പിടിച്ചെടുത്തു. മേദ്യരും പാർശ്വരെയും ഗ്രീക്ക് സാമ്രാജ്യം പിടിച്ചെടുത്തു. ഗ്രീക്ക് സാമ്രാജ്യത്തെ റോമൻ സാമ്രാജ്യം പിടിച്ചെടുത്തു. റോമൻ സാമ്രാജ്യത്തെ ആരും പിടിച്ചെടുത്തില്ല. റോമൻ സാമ്രാജ്യം തകർന്നു പോയല്ലോ. റോമൻ സാമ്രാജ്യം തകർന്നു പോവുകയാണ്. റോമൻ സാമ്രാജ്യം 2ആയി, ഈസ്റ്റും വെസ്റ്റും 2 കാല് 2ആയിട്ട് മാറി. അതിൽ റോമൻ സാമ്രാജ്യം ഏതാണ്ട് AD 476 ആയപ്പോൾ മുഴുവൻ ശിഥിലീകരിച്ചു പോയി. ഈ ശിഥിലീകരിക്കപ്പെട്ട റോമൻ സാമ്രാജ്യമാണ് ഇന്ന് യൂറോപ്പിലും മെഡിറ്ററേനിയനിലുള്ള ചില രാജ്യങ്ങളൊക്കെ. അത് ശരി. അപ്പം അതാരും പിടിച്ചെടുത്തല്ല, അത് തന്നെ ശിഥിലീകരിച്ചു പോവുകയും 2ആയിട്ട് വിഭജിക്കപ്പെടുകയും പിന്നെ അസ്തമിക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചു,
33-ാം വാക്യത്തില് കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടായിരുന്നു. അതെ, തുടയൊക്കെ ഇരുമ്പ് തന്നെയാണ്. എന്നാൽ കാലിന്റെ പാദം വരുമ്പോൾ അത് ഇരുമ്പും കളിമണ്ണും. 10 വിരലുണ്ടോ കാലിന്? 2 കാലിന് ഉണ്ട്. ഉണ്ട്. കണ്ട മൃഗത്തിന് 10 കൊമ്പുണ്ടോ? അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഉണ്ട്. നമുക്ക് വേറെ ഒരു ഭാഗം എടുക്കാൻ പോവുകയാണ്. എന്നാൽ അതിന്റെ 42 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. അല്ല, 41 തൊട്ട് വായിക്കാം. 41 തൊട്ട്. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പ് കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ആയിരുന്നത് പോലെ രാജ്യത്ത് ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. ഇത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഇതൊരു ഭയങ്കര അത്ഭുത ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഓർക്കണം, ദൈവം വെളിപ്പെടുത്തി എന്നാണ് തന്റെ പുത്രന്റെ രാജ്യം ഇവിടെ വരുന്നത്, അതായത് യേശുക്രിസ്തുവിന്റെ രാജ്യം. ഈ അവസാനം ബാബിലോൺ കഴിഞ്ഞു, മേദ്യരും പാർശ്വരും കഴിഞ്ഞു, മേദ്യരും പാർശ്വരും കഴിഞ്ഞു, ഗ്രീക്ക് സാമ്രാജ്യം കഴിഞ്ഞു, റോമൻ സാമ്രാജ്യം കഴിഞ്ഞു. അവസാനത്തെ കാൽവിരൽ കളിമണ്ണും ഇരുമ്പും കൊണ്ടാണ്. കളിമണ്ണും ഇരുമ്പും അതെങ്ങനെയാ ചേരുന്നു? അത് ഒരിക്കലും ചേരത്തില്ല. അതുപോലുള്ള ഒരു ഭരണകൂടമാണ് വരുന്നത്. ശരി, അതുപോലുള്ളൊരു ഭരണകൂടം വരും. ഇതിന് പല വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടം നമ്മൾ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിച്ചാൽ യൂറോപ്പിലും മധ്യപൂർവ്വ ദേശത്തിലുള്ള പല രാജ്യങ്ങളും ഈ ശിഥിലീകരിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം എഴുന്നേറ്റ് വന്നു. ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തില് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള 5 രാജ്യവും അല്ലെങ്കിൽ ചില രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യത്തു നിന്നുള്ള രാജ്യങ്ങളും കൂടെ ചേരും. ഇത് രണ്ടും കൂടെ ചേരത്തില്ല. അങ്ങനെ ഒരു ഭരണകൂടമായിരിക്കും കടന്നു വരുന്നത് എന്നുള്ളൊരു ചിന്താഗതി അടുത്ത സമയത്തും കേൾക്കുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, 10 രാജ്യങ്ങളുടെ ഒരു ഭരണകൂടം വരും. അത് കുറച്ചുകൂടി ഞാൻ തെളിയിച്ചു തരാം. ഇതേ സത്യം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം നമ്മള് അതിന്റെ 2-ാം വാക്യം നോക്കിയാട്ടെ. ദാനിയേൽ വിവരിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറേറി വന്നു. 4 മൃഗങ്ങൾ, അതെ, ഒന്നിന്റെ പുറകെ ഒന്നായി കയറി വരിക. 4-ാം വാക്യത്തിൽ ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യം, കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ വായിക്കുന്നു രണ്ടാമത് അത് 5-ാം വാക്യം കരടിയോട് സദൃശ്യം. 6-ാം വാക്യം പുള്ളിപ്പുലിക്ക് സദൃശ്യം. 3-ാമത്തേത്. 7-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 4-ാമത്തെ മൃഗം രാത്രി ദർശനം ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവുമായി അതിബലമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. 4-ാമത്തെ മൃഗം അല്ലെങ്കിൽ 4-ാമത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ്. അതെ, ആണല്ലോ. 17-ാം വാക്യം അത് വെളിപ്പെടുത്തുന്നുണ്ട്. 17-ാം വാക്യം ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. അവർ വളരെ വ്യക്തമായി ലോകത്തിൽ വരുന്ന 4 സാമ്രാജ്യങ്ങളെക്കുള്ള വെളിപ്പെടുത്തി. 4-ാമത്തേത് റോമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 23-ാം വാക്യം നോക്കിയാട്ടെ. ഇവിടെയാണ് വെളിപ്പാട് കിട്ടുന്നത്. 7:23. 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-മതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഇനി നോക്കിയാ അടുത്ത വാക്യം. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും. ആ വാക്യം കണ്ടോ? 4-ാമത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ്. ഇതിൽ നിന്ന് 10 കൊമ്പുകൾ എഴുന്നേറ്റ് വരും. നമ്മള് 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താ വായിച്ചത്? ആ മൃഗം കയറി വരുമ്പോൾ അതിന് 10 കൊമ്പുണ്ട്. അതെ അതെ. പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് 10 കൊമ്പുകൾ അല്ലെങ്കിൽ 10 രാജാക്കന്മാർ. നമ്മള് 2-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം വായിച്ചു. ഈ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് സ്വർഗസ്വനായ ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കും. അതെ അതെ. അപ്പം യൂറോപ്പിൽ നിന്ന് ഈ ദശ അല്ലെങ്കിൽ പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതലത്തിൽ നിന്ന് 10 രാജ്യങ്ങളുടെ ഒരു സംഘടന അവസാനമായി ഭരണത്തിലേറുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് വരും. ഇവിടെ നമ്മൾ വായിച്ചു, അവരുടെ ശേഷം ഒരുത്തൻ എഴുന്നേൽക്കും. അതെ അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അന്തിക്രിസ്തുവാണ്. അപ്പോൾ അന്തിക്രിസ്തു ഇവിടെ നിന്നാണ് എഴുന്നേറ്റ് വരുന്നത്. അന്തിക്രിസ്തു എവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നു?
ചിലർ പറയും ഇന്നടത്തുനിന്നാന്ന് പറയും. ഒരു കാര്യം തീർത്ത് നമുക്ക് പറയാം, അത് പറയാൻ ഇനി ഒരു തെളിവുണ്ട്. ദാനിയേൽ 9:26 വായിച്ചാൽ, 9:26 വായിച്ചാൽ, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, 26-ാം വാക്യം, 26-ാം വാക്യം, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും, പിന്നെ ഇനി ശ്രദ്ധിച്ചോട്ടെ, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടഞ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. കണ്ടോ, അഭിഷിക്തൻ ഛേദിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ ശേഷം നഗരത്തെയും വിശുദ്ധ മന്ദിരം, യഹൂദന്റെ ദേവാലയത്തെയും നശിപ്പിക്കും. ആര് നശിപ്പിക്കും? ഈ വരുന്ന നേതാവ്, വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം, ദ ആർമി. അപ്പം വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ആർമിയാണ് ഈ ദേവാലയത്തെയും വിശുദ്ധ നഗരത്തെയും നശിപ്പിക്കുന്നത്. ആരാ AD 70? കർത്താവിന്റെ ക്രൂശുമരണം കഴിഞ്ഞ് AD 70 ആരാ റോമൻ സാമ്രാജ്യം, ആരാണ് യഹൂദന്റെ ദേവാലയവും യെരുശലേമും നശിപ്പിച്ചത്? റോമൻ പട്ടാളവും. അതെ. അപ്പൊ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനമാണ് നശിപ്പിച്ചത്, റോമൻ പട്ടാളം. അപ്പൊ വരുവാനിരിക്കുന്ന പ്രഭു എവിടുത്തുകാരനാണ്? റോമിൽ നിന്ന് വരുന്നയാളാ. മനസ്സിലായോ? അവൻ പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ആ മേഖലയിൽ നിന്നും ആ പ്രതലത്തിൽ നിന്നും ഒരു 10 ദശരാജ്യ സംഘടനയുടെ ആളായിട്ടോ സംഘടനാ നേതാവായിട്ടോ വരാനാ സാധ്യത. കാലത്തിന്റെ അന്ത്യത്തിന്റെ ഭരണത്തെ കുറിച്ച് ഈ ടൈം മാഗസിനിൽ വായിച്ചിരിക്കുന്ന കണ്ടോ, ഫ്രണ്ട് പേജിൽ? ദ ന്യൂ റോമൻ എംപയർ, പുതിയ റോമൻ സാമ്രാജ്യം നവോത്ഥാനം പ്രാപിക്കുന്നു. ഈ മാസത്തെ ടൈം മാസികയ്ക്കകത്തല്ലേ, സെപ്റ്റംബർ 2015. അപ്പോൾ ബൈബിളും ലോക വാർത്തകളും ലോക സംഭവങ്ങളും ഒരുമിച്ച് ചേർത്ത് വായിക്കാൻ പഠിക്കുന്ന രീതിയിലാണ്. യൂറോപ്പിനെ ഒന്നിപ്പിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചു. അതിന്റെ ചരിത്രം ദീർഘമായ ചരിത്രമാണ്, ഒന്നും നടന്നില്ല. നെപ്പോളിയൻ നോക്കി, ഹിറ്റ്ലർ നോക്കി, ഒരുപാട് പേര് ശ്രമിച്ചു. പൂർണ്ണമായിട്ടും അവരെ ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. 1946 സെപ്റ്റംബറിൽ വിൻസ്റ്റൺ ചർച്ചിൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ ശേഷം തകർന്നു കിടക്കുന്ന യൂറോപ്പിനെ കണ്ടിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, വി ഷുഡ് ബിൽഡ് എ കൈൻഡ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ്. കാരണം 1-ാം ലോക യുദ്ധവും മെയിൻലി യൂറോപ്പിലാണ് ഉണ്ടായത്, സെക്കൻഡ് വേൾഡ് വാറും യൂറോപ്പിലാണ് ഉണ്ടായത്. അവർക്ക് കൂടുതൽ നാശമുണ്ട്. ഇനിയും അത് സംഭവിക്കരുത് എന്ന് കരുതി താൻ പറഞ്ഞു, യൂറോപ്പ് അമേരിക്ക പോലെ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ് ആക്കണം. 46-ൽ പറഞ്ഞതാണ്. പക്ഷെ എങ്ങനെ യുണൈറ്റഡ് ആക്കും? യുണൈറ്റഡ് ആക്കാൻ കാരണം യൂറോപ്പ് ഒരിക്കലും പരസ്പരം വിശ്വസിച്ചിരുന്നില്ല. അവർ തമ്മിൽ വിശ്വാസമില്ലാത്ത, ജർമ്മനിയും ഇംഗ്ലണ്ടും ഫ്രാൻസും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ശത്രുതയുള്ളവരാണ്. ഇതൊരിക്കലും ഒന്നിക്കുന്ന പ്രശ്നം ഒന്നിപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 1946 മെയ് മാസം 7-ാം തീയതി 750 ഡെലിഗേറ്റ്സ് യൂറോപ്പിൽ ഒന്നിച്ച് ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുകയാണ്. യൂറോപ്യൻ കോൺഗ്രസ്. 6 രാജ്യങ്ങൾ 1951 ആയപ്പോൾ 6 രാജ്യങ്ങൾ യൂറോപ്പിലെ കൽക്കരിയും ഇരുമ്പും ഖനനം ചെയ്ത് ഒന്നിച്ച് വ്യാപാരം ചെയ്യുവാൻ ഒരു സംഘടന ഉണ്ടാക്കി. അതിന്റെ പേരാ യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി. 6 രാജ്യങ്ങളെ ഉണ്ടായിരുന്നു. അത് വളർന്ന് കാലങ്ങൾ മുന്നോട്ട് പോയി അവസാനം വന്ന് കമ്മ്യൂണിസം തകർന്ന ഒരു സമയമുണ്ടായി. 1990-കളിൽ കമ്മ്യൂണിസം തകർന്നു. നമ്മൾ ഓർക്കണം, കമ്മ്യൂണിസ്റ്റ് റഷ്യ യൂറോപ്പിന്റെ അതിരായി. അപ്പം ഈ യൂറോപ്പിന്റെ അതിരിൽ കമ്മ്യൂണിസ്റ്റ് കിടന്നപ്പോൾ അവര് യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. കാരണം അവരുടെ ഒരു വലിയ ശത്രുവായിട്ട് മാറും. എന്നാൽ 91-കളിൽ കമ്മ്യൂണിസം തകർന്നു. 1990-കളിൽ കമ്മ്യൂണിസം 92 ഡിസംബർ മാസം 31-ാം തീയതി യൂറോപ്പ് ഒന്നിക്കുന്നു. യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന രാജ്യങ്ങൾ ഒന്നിക്കുകയാണ്. യൂറോപ്പിന്റെ അതിർവരമ്പുകൾ എടുത്തു കളഞ്ഞ് യൂറോപ്പ് അവിടെ നിന്ന് മുന്നോട്ട് നോക്കിയാൽ 11 രാജ്യങ്ങൾ ഒരു കറൻസിയാക്കി 1 by 1 ആയിട്ട് യൂറോപ്പ് ഒന്നിച്ചുകൊണ്ടിരിക്കുക. യൂറോ കറൻസി വന്നല്ലേ? യൂറോ കറൻസി വന്നു, യൂറോപ്പിന്റെ പാസ്പോർട്ട് വന്നു, യൂറോപ്യൻ സിറ്റിസനായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കാലത്തിന്റെ ഈ നാടുകളിലൊന്നും യൂറോപ്പിലുള്ളവരെ യുണൈറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നപ്പോൾ ഇന്ന് യൂറോപ്പ് ഒന്നിക്കുകയാണ്. സഭ മാറ്റപ്പെട്ട ശേഷം ഇന്ന് യൂറോപ്യൻ ഭരണകൂടത്തിൽ ഈ 10 രാജ്യങ്ങളിലധികം രാജ്യങ്ങളുണ്ടാവും. എന്നാൽ അന്ന് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തി ഇത് അവസാനം ഒരു ദശരാഷ്ട്ര സംഘടനയായിട്ട് മാറി. എങ്ങനോ 10 രാജ്യങ്ങളുടെ ഒരു സംഘടനയായിട്ട് ഇത് ചെയ്തു. അവര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ത്യക്രിസ്തുവോട് വെളിപ്പെടുന്നത്. അതിൽ നിന്നാണ് യേശുക്രിസ്തു ഒരിക്കലും ഇളകാത്ത രാജ്യം സ്ഥാപിക്കും. അത് ശരി, അതാണ് കാര്യത്തിന്റെ ഒരു സമാപ്തിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിന്ന്
വളരെ വ്യക്തമായി നമ്മുടെ കൺമുമ്പിൽ പുരാതന റോമൻ സാമ്രാജ്യം നവോത്ഥാനം പ്രാപിക്കും. ക്ലൈമാക്സിനൊക്കെ നമ്മൾ കാണുന്നതാ ന്യൂ റോമൻ എംപയർ എന്നൊക്കെ പറഞ്ഞ് റോമൻ എംപയർ എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ചരിത്രമൊക്കെ രേഖപ്പെടുത്തുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ എതിർ ക്രിസ്തുവിൻ്റെ ആഗമനം എന്ന് പറയുന്നത് പുരാതന റോമൻ സാമ്രാജ്യം മൃതാവസ്ഥയിലേക്ക് പോയെങ്കിലും അവർ ജീവിച്ചെഴുന്നേറ്റ് വരുന്ന ഭാവിയിൽ ഒരു ദശരാഷ്ട്ര സംഘടനയുടെ കീഴിൽ അവരുടെ നേതാവായിട്ട് ഇദ്ദേഹം എഴുന്നേറ്റ് വരും അല്ലേ? അതിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക അതിശക്തമായി. അത് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അതാണ് ഇതൊന്നല്ല, പക്ഷെ അത് ഇതിലേക്ക് നയിക്കുന്ന ഒരു വസ്തുതയായിട്ട് മാറാൻ പോവുകയാണ്. പക്ഷെ ഇത് ഒന്നിക്കുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇന്നത് കാണുകയാണ്. അത് ഈ അവസാന കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് നമ്മളെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ 2-ാം അധ്യായം ദാനിയേൽ 2:44 വായിച്ചു. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്നായ ദൈവം ഒരു നാളും ഉളകാത്തൊരു രാജ്യം സ്ഥാപിക്കും. അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. മറ്റ് സാമ്രാജ്യങ്ങളൊക്കെ മാറി മാറി വഴി കൊടുത്തെങ്കിൽ ഇനിയും ദൈവപുത്രന്റെ സാമ്രാജ്യം എന്നേക്കും നിലനിൽക്കുന്ന സാമ്രാജ്യം അത് വരാൻ പോവുകയാണ്. അത് വരുന്നത് ഇവർ ഭരിക്കുമ്പോഴാണ്. ഇനിയും യൂറോപ്പ് ഈ പറയുന്ന വിധത്തിലായിത്തീരണമെങ്കിൽ ദൈവസഭ മാറ്റപ്പെട്ടെങ്കിലേ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും തകരാത്ത ഒരു രാജ്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞതും കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരേണമേ. ആ രാജ്യം വരുന്ന കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ. അത് തീർച്ചയായിട്ടും ഒരു വലിയ ശുഭസന്ദേശം ലോക മാനവരാശിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം. കാരണം ബാബിലോൺ വന്നു, അത് കടന്നുപോയി. മേദ്യോ പേർഷ്യർ വന്നു, അവർ തകർന്നുപോയി. അവർ വഴിമാറി ഗ്രീക്ക് സാമ്രാജ്യത്തിന് വഴിമാറിക്കൊടുത്തു. ഗ്രീക്ക് സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിന് വഴിമാറിക്കൊടുത്തു. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വളരെയധികം ലോക ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളൊരു ജനതയാണ് ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർത്തുനിൽപ്പ് നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉയർത്തുനിൽപ്പ് വിരൽ ചൂണ്ടുന്നത് ഈ വരുന്ന അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഈ വലിയ ലോക നേതാവിനെ വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് നമുക്കറിയാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചതായിരിക്കുന്ന ആ വാക്യം, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം ഒരു നാളും നശിക്കാത്ത ഒരു സാമ്രാജ്യം, ഒരു രാജ്യം സ്ഥാപിക്കും. നിന്റെ രാജ്യം വരണമേ എന്ന് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യഗണത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ പ്രാർത്ഥന അന്ന് ഫലമണിയും. ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സമാഗതമാകും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തകർന്ന് തരിപ്പണമാകുമ്പോൾ ദൈവം രംഗപ്രവേശം ചെയ്യും എന്നുള്ള ശുഭസന്ദേശം വിശുദ്ധ ബൈബിൾ നൽകുന്ന ശുഭസന്ദേശമാണ്. അതുകൊണ്ട് മാന്യ സ്നേഹിതന്മാരെ, ഈ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയസിംഹാസനം ഇന്ന് വിട്ടുകൊടുത്താൽ അന്ന് കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വരുമ്പോൾ ആ കർത്താവിനോടുകൂടെ നമുക്ക് വാഴാനായിട്ട് കഴിയും. ഇത് ദിവാസ്വപ്നമല്ല, ദിവ്യസത്യമാണ്. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എൻ്റെ പാപത്തിന് പരിഹാരമായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയ സിംഹാസനത്തിലേക്ക് മശിഹയെ വ്യക്തിപരമായിട്ട് സ്വീകരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ, ഒരു സഭാവിഭാഗത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതുകൊണ്ട് ഞാനൊരു ദൈവമകനാണ്, കർത്താവിൻ്റെ വരവിൽ ഞാൻ കർത്താവിനോടുകൂടി എടുക്കപ്പെടുമെന്ന് പറയാൻ നമുക്കാർക്കും ബൈബിൾ അനുവാദം തന്നിട്ടില്ല. ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ എന്നുള്ള ആ പദവി നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളങ്ങനെ കർത്താവിനെ വ്യക്തിപരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? അതോ കേവലം വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടേ ഉള്ളൂ, സ്നാനപ്പെട്ടിട്ടേ ഉള്ളൂ, സഭകളിലെ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന സഭാ നേതാക്കന്മാരായിരിക്കാം? എല്ലാം നല്ലതാണ്. പക്ഷേ നടക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഈ കർത്താവ് മരിച്ചതെനിക്ക് വേണ്ടിയാണ്, ഞാൻ അങ്ങയെ കൈക്കൊള്ളുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വീകരിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. അവരെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരും, അല്ലേ സാറേ? ആ കർത്താവിനെ എതിരേൽക്കുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക. നമ്മുടെ സമയവും നമ്മുടെ താലന്തുകളും കഴിവുകളും ഈ സന്ദേശത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുകയില്ല. യേശുക്രിസ്തു വേഗം വരുന്നു. വരവിൻ്റെ ലോകലക്ഷണങ്ങൾ വളരെ കാണുന്നു. വേഗം വരുന്ന ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കും ഇടയായെങ്കിൽ
ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. No one can go back and make a brand new start, but you can start from now and make a brand new ending. യൂട്യൂബിൽ ഞങ്ങളുടെ പ്രോഗ്രാം കാണുവാൻ വിലാസം ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ ബി തോമസ് ചാനൽ. വിസിറ്റ് അവർ വെബ്സൈറ്റ് www.peaceministry.org.